ആദ്യമായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ എന്നെ നിർത്തിയ കൃപാസന പ്രസാദപര മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിബി. ഇതെൻ്റെ മകൾ ടെസ്ന. ഞാൻ അയർലൻഡിൽ കിൽക്കനി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഉടമ്പടി ആദ്യമായി എടുത്തത് ഓഗസ്റ്റ് 2023 ജോസഫച്ചൻ അയർലൻഡിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോഴാണ് എടുത്തത്. ഉടമ്പടിയെക്കുറിച്ച് എൻ്റെ ചേച്ചിയിൽ നിന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിലും നിബന്ധനകൾ പാലിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നിയില്ല. അതിൻ്റെ പേരിൽ ഉടമ്പടി എടുക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ അച്ഛൻ വന്നപ്പോൾ അത് എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെയാണ് അച്ഛൻ അവിടെ എത്തിയതെന്ന് എനിക്ക് തോന്നി. ആ സമയം ആ വർഷം എൻ്റെ മകൾ 12th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അവൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഉടമ്പടി ഒരു അനുഗ്രഹമായി തോന്നി. എല്ലാ ഉടമ്പടിയുടെ നിബന്ധനകളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഭംഗിയായി തന്നെ ചെയ്തു. ആദ്യമായി എനിക്ക് കിട്ടിയത് ഉടമ്പടി എടുത്ത് 4 മാസം കഴിഞ്ഞപ്പോൾ. ഞാനൊരു നേഴ്സായാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഐസൊലേഷൻ വാർഡിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. എനിക്ക് അതിൽ നിന്നൊരു ചേഞ്ച് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എവിടേക്കാണ് മാറ്റം വേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു. പക്ഷേ എന്നും രാവിലെ 5:30 ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു ചേഞ്ച് തരണമെന്ന്. മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ എനിക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചേഞ്ച് കിട്ടി. അത് ഒരു അറിവുമില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. പക്ഷേ എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കുവാൻ മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ ഡ്യൂട്ടി ഷിഫ്റ്റ് എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതുവരെ ഞാൻ ഓഫുള്ള ദിവസങ്ങളിൽ മാത്രമേ കുർബാന പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നുള്ളൂ. അതെനിക്കൊരു വലിയ സഹായമായി. അടുത്തത് എൻ്റെ മകൾ 12th ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച മാർക്കില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് അവൾക്ക് നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ അവളുടെ ഇഷ്ടത്തിന് അവളെ സഹായിക്കണമേ എന്നായിരുന്നു. അതിനുള്ള പോയിൻറ്റ്സും കിട്ടണമേ എന്നായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് 12 അവൾ ചൂസ് ചെയ്ത കോഴ്സ് എൻജിനീയറിംഗ് ആയിരുന്നു. പക്ഷേ അവൾക്ക് 12 മാർക്കിൻ്റെ കുറവിൽ അതിന് ചാൻസ് കിട്ടിയില്ല. പക്ഷേ 5 അലോട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഞങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൾക്ക് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഇവൾ പേപ്പർ റീവാലുവേഷന് കൊടുക്കണമെന്ന് എനിക്ക് തോന്നലുണ്ടായി. ഇവൾക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പേപ്പർ റീവാലുവേഷന് കൊടുത്തു. 4ാമത്തെ അലോട്ട്മെൻറ്റും കഴിഞ്ഞ് ഫൈനൽ അലോട്ട്മെൻറ്റ് വരുന്നതിന് 2 ദിവസം മുമ്പ് റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നു. അവൾക്ക് കുറവായിരുന്ന ആ 12 മാർക്ക് നൽകി അവളെ ദൈവം അനുഗ്രഹിച്ചു. എൻജിനീയറിങ്ങിന് ആ വർഷം തന്നെ അഡ്മിഷൻ കിട്ടി. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓൺലൈൻ മീഡിയയാണ് യൂസ് ചെയ്തിരുന്നത്. എല്ലാ ദിവസവും രാവിലെ അനുഗ്രഹ പ്രാർത്ഥന എൻ്റെ സ്റ്റാറ്റസ് ഇടുകയും ഒത്തിരി പേർക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് എല്ലാ മാസവും ഒരു കുറച്ച് തുക അതിനുവേണ്ടി നീക്കിവെച്ച് എല്ലാ മാസവും സഹായിക്കുമായിരുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരിയേറെ വ്യത്യാസം വന്നു. എനിക്ക് ഒത്തിരിയേറെ കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹം ലഭിച്ചു. കൊന്ത ചൊല്ലാൻ മടിയുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് രാവിലെ 5:30 എഴുന്നേറ്റ് പ്രയർ ചൊല്ലുന്നതും കുർബാനയ്ക്ക് പോകുന്നതും. 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്, കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയേറെ എൻ്റെ 2ാമത്തെ മകളും അവൾക്കും ഉടമ്പടി വസ്തുക്കളിലൊക്കെ ഒത്തിരി വിശ്വാസമാണ്. എപ്പോഴും ക്ലാസ്സിൽ ടെസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഉടമ്പടിയുടെ മെഡലും അതുപോലെ ഉപ്പുമൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങൾ കുടുംബം മൊത്തം ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം.